നമസ്കാരം. നടൻ സുധീറിനെ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും ചിലപ്പോൾ ഓർമ്മ കിട്ടണമെന്നില്ല. പക്ഷേ ഡ്രാക്കുള എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖം നമുക്ക് ഓർമ്മ വരും. CID മൂസയിലെ വില്ലനും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്തായാലും വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ നടനാണ് സുധീർ എന്ന് പറഞ്ഞാൽ തെറ്റുവരില്ല. നായകനായും ഡ്രാക്കുളയായിട്ടുമൊക്കെ സുധീർ മലയാളികൾക്ക് സുപരിചിതനാവുകയും ചെയ്തു. കരിയറിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിക്കുകയും അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം സുധീർ വീണ്ടും സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. തൻ്റെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറയുകയാണ് നടൻ. തന്നെ ഒരു സ്ത്രീ 3 വർഷക്കാലം ഉപയോഗിച്ചുവെന്നാണ് സുധീർ വെളിപ്പെടുത്തിയത്. സുധീറിന്റെ ഭാര്യ പ്രിയയും താരത്തിനൊപ്പം ഈ അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. എന്നെ 3 വർഷം ഒരു സ്ത്രീ അവരുടെ കീപ്പായി വച്ചിരുന്നു. അവർ എന്നെ കൊണ്ടു നടന്നു. എനിക്ക് ഇഷ്ടം പോലെ പൈസ തന്നു. വലിയൊരു ആളാണ്. അവർ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. എന്നെ അവർ ഉപയോഗിച്ചു കൊണ്ടേയിരുന്നു. പടവും ജോലിയും ഇല്ലാതിരുന്ന സമയത്താണിത്. കുറെ കഴിഞ്ഞപ്പോൾ അവർ എന്നെ തേച്ചു, എന്നെ ഒഴിവാക്കി വിട്ടു. ഞാൻ എവിടെ പോയി പരാതി പറയും? എനിക്കാര് നീതി തരും? എനിക്ക് നീതി തരണമെന്ന് കോടതിയിൽ പോയി പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ? ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ ഭാര്യയെ ഇരുത്തിയാണ് ഞാൻ പറയുന്നത്. അവരുടെ റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അവസാനമാണ് അത് ചതിയാണെന്ന് മനസ്സിലാകുന്നതെന്നും സുധീർ പറയുന്നു. അതേസമയം അവരുടെ ഏക്കർ കണക്കിന് സ്ഥലം എഴുതിത്തരാം, പുള്ളിയെ വിട്ടുകൊടുക്കുമോ എന്ന് അവർ ചോദിച്ചതായി ഭാര്യ പ്രിയയും പറയുന്നു. അതിന് സമ്മതിക്കാതെ വന്നതോടെയാണ് അവർ എന്നെ വിട്ടു പോയതെന്നും സുധീർ വ്യക്തമാക്കുന്നു. കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത കാലത്ത് തന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ബോധമില്ല. അത് ആരോട് പോയി പരാതിപ്പെടുമെന്നും നടൻ ചോദിക്കുന്നു. മാത്രമല്ല, ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കൂടി ഇത്തരത്തിൽ ആ നടൻ തുറന്നു പറയുന്നുണ്ട്. വീണ്ടും തനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പുരുഷന്മാരും സ്ത്രീകളും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ പലരും പണം തന്നിട്ടുണ്ട്, പണം തരാത്തവരുമുണ്ട്. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയി. ഒരു നടിയുടെ ചാൻസ് തന്നെ ഇല്ലാതെയാക്കി താൻ എന്ന രീതിയിൽ തനിക്കെതിരെ ക്രൂരമായ ആരോപണങ്ങൾ ഉണ്ടായി. താൻ അതൊന്നും മൈൻഡേ ചെയ്തില്ല. താൻ തൻ്റെ വഴിയിൽ മുന്നോട്ട് തന്നെ പോയി. ഇത്തരത്തിലൊരു ആരോപണമായി നടൻ സുധീർ വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണെന്ന് പറയാതെയും വയ്യ. 3 വർഷമാണ് ഒരു സ്ത്രീ അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം ആ ചാനൽ ഇന്റർവ്യൂവിൽ വെട്ടി തുറന്ന് തന്നെ സംസാരിക്കുകയാണ്. 3 വർഷം ആ സ്ത്രീ തന്നെ കീപ്പായി ഉപയോഗിച്ചുവെന്ന്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സുധീറിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ പുരുഷന്മാർ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. നടികളാകാൻ ചെല്ലുന്നവരെയൊക്കെ, ജൂനിയർ ആർട്ടിസ്റ്റുമാരെയൊക്കെ ഈ നടന്മാർ അടക്കം, പ്രൊഡക്ഷൻ ബോയ്സ് അടക്കം പീഡിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ കേട്ട് തരിച്ചിരിക്കുകയാണ് മലയാളി. ആ മലയാളിയുടെ മുന്നിലേക്കാണ് സുധീർ തൻ്റെ ജീവിതത്തിലെ ഈ സുപ്രധാന ഏടുകൾ കൂടി പങ്കുവയ്ക്കുന്നത്. ഇതും കേൾക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിലൂടെ തുറന്നു പറഞ്ഞത്. സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല, പുരുഷന്മാരെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സ്ത്രീകൾ കൂടി ഉണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരേണ്ടതാണ്. ഒന്നിനെയും നമ്മൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ലൈംഗികപരമായ ചൂഷണം അത് ആർക്കു നേരെയാണെങ്കിലും ആ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുക തന്നെ വേണം. അത് പരാതിപ്പെടുകയാണെങ്കിൽ. സുധീർ പരാതിയായിട്ടല്ല ഇത് പറഞ്ഞത് എന്നുള്ളത് മറ്റൊരു കാര്യം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം ഇരുന്നു കൊണ്ട്, ഭാര്യ വളരെ നിസ്സംഗതയോടെയാണ് ഇരിക്കുന്നത്, ഭാര്യയ്ക്കൊപ്പം ഇരുന്നു കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലും. അതുകൊണ്ട് അതിനെ നുണയെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനും കഴിയില്ല. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മാത്രമേ അറിയൂ. നന്ദി.